കൊച്ചിയിൽ വന്നിട്ട് ഞാൻ എങ്ങോട്ടും ഇറങ്ങിയിട്ടില്ല. അപ്പൊ ഇന്ന് ഇറങ്ങാന്ന് വിചാരിച്ചു. കാരണം നാളെ ദേശീയ ഹർത്താലാണ്. അപ്പൊ നമുക്ക് ഷോപ്പില്ല. അതുകൊണ്ട് ഇന്ന് എങ്ങോട്ടേലും പോകാന്ന് ഞാൻ കരുതി. റൂംമേറ്റിനോട് ചായ കുടിക്കാൻ പോകല്ലോ ചോദിച്ചപ്പോ ഓൻ റെഡി. ഞാൻ ഇന്ന് ചെരുപ്പന്നെ ഇട്ടിക്കണം. ഓനക്ക് ഷൂ ഇടണം ഒറ്റ നിർബന്ധം. അങ്ങനെ നമ്മള് റൂമിൽ നിന്ന് ഇറങ്ങി. പുറത്തിറങ്ങിയപ്പോഴാണ് കുറച്ചു മുമ്പ് മഴ ചെയ്ത കാര്യം ഓൻ ഓർക്കണേ. ഞാൻ ഷൂ മാറ്റിട്ട് ചെരുപ്പ് ഇട്ട് തരാറാണ്ട് ഓൻ പോയി. ഞാൻ എന്നാ സിഗ്നലിന്റെ അവിടെ ഉണ്ടാവും പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് നടന്നു. 2 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ ഓൻ ചെരുപ്പ് ഇട്ട് വന്നു. ഗായ്സ്, ഇതാണ് നമ്മളെ ഷോപ്പ് കേട്ടോ. സത്യത്തിൽ ഈ രാത്രിയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് പോകണൊക്കെ നല്ല വൈബ്. അങ്ങനെ പറഞ്ഞു പോയപ്പോഴാണ് ഓന്റെ ഫ്രണ്ടിനെ കണ്ടത്. എനിക്ക് ഇവിടെ ഫ്രണ്ടായിട്ട് ഇവൻ മാത്രം തന്നെ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ ഇന്ന് അങ്ങോട്ടാ വന്നിട്ടില്ല ചോദിച്ചാല് വേറെ കൊടുക്കല്ലേ, നമ്മളെ കൊച്ചിയിലെ സ്റ്റേഡിയത്തിൽ കണ്ടിട്ട് നമ്മൾ വന്നിട്ടുണ്ടെന്ന്. സ്റ്റേഡിയത്തിൽ കയറിയതിന്റെ മുമ്പ് തന്നെ നമ്മൾ ഇതും കണ്ടിട്ടാ കയറുന്നത്. ഇതെന്തോ കോട്ടൺ ക്ലോത്തിന്റെ എന്തോ സംഭവമാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങൾക്ക് മനസ്സിലായത് എന്താന്ന് കമന്റ് ആക്കി. നിങ്ങൾ ഈ സ്റ്റേഡിയത്തിക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും കമന്റ് ആക്കി കൊടുത്തു. ഈ സ്റ്റേഡിയത്തിന് ചുറ്റും കടകളാണ് കേട്ടോ. നമ്മൾ ചായ കുടിക്കാനാണ് കേട്ടോ വന്നത്. സോ അതുകൊണ്ട് നമ്മൾ വേറെ ഫുഡ് ഐറ്റംസ് ഒന്നും നമ്മൾ ട്രൈ ആക്കിയിട്ടില്ല കേട്ടോ. ചായ വെച്ചപ്പോ അവിടെ പാൽ ചായ അല്ല കട്ടൻ ചായ ഉള്ളു. അപ്പൊ അത് വേണ്ടാറാണ്ട് നമ്മൾ അങ്ങോട്ട് പോകും. ഇവനെ കണ്ടിട്ട് നിങ്ങൾക്ക് ആരെ പോലെ തോന്നുന്നത്? എനിക്ക് കണ്ടിട്ട് അലിൻ ജോസ് പെരേരന്റെ പോലെ എനിക്ക് ഫീൽ. അങ്ങനെ ചായ ഇട്ടാത്ത വിഷമത്തിൽ നമ്മളിങ്ങനെ പോരുന്നു. അതിന്റെ ഇടയ്ക്ക് ഈ ഒരു സംഭവം നമ്മൾ കണ്ട്. സത്യത്തിൽ എനിക്ക് കണ്ടിട്ട് ചിരിയാണ് വന്നത്. നമ്മളൊക്കെ എല്ലാ കാര്യത്തിനും ഭാഗ്യവാന്മാരാണ്. കാരണം പറഞ്ഞാല് നമ്മളൊക്കെ ജീവിക്കണ ജീവിതത്തിന്റെ പകുതി നമ്മൾ ഉറങ്ങണം. ഇതൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണ് അല്ലേ. പറയാൻ വന്നത് എന്താന്ന് വെച്ചാല് നമ്മളൊക്കെ ചെറിയ ചെറിയ കാര്യത്തിന് വാശി പിടിച്ചുള്ള മനുഷ്യന്മാരാണ്. അപ്പൊ ഇല്ലത് വെച്ചാണ്ട് നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുക. സത്യത്തിൽ ഇങ്ങനെയൊക്കെ പുറത്തിറങ്ങിയോണ്ട് എനിക്കിത് കാണാനും പറ്റി, നിങ്ങൾക്ക് പറഞ്ഞു തരാനും പറ്റി. അങ്ങനെ തിരിച്ചു വന്നപ്പോഴാണ് നമ്മൾ ചായക്കട ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ 2 ചായയാണ് നമ്മൾ ഓർഡർ ആക്കിയത്. അങ്ങനെ നമ്മൾ ചായയും കുടിച്ച് നമ്മൾ തിരിച്ച് റൂമിൽ പോവാണ്. തിരിച്ചു വന്നപ്പോത്തിന് നമ്മളെ ഷോപ്പൊക്കെ അടച്ചു പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ റൂമിൽ എത്തി നോക്കിയപ്പോ ഇവൻ ഇപ്പോഴും ഉറങ്ങിയിട്ടില്ല. അപ്പൊ ഇന്നത്തെ ദിവസം എങ്ങനെയാണ് ഫോളോ ചെയ്ത് വെച്ചോ. അടുത്ത വീഡിയോയിൽ കാണാം. ബാക്കി പിന്നെ.